നമസ്കാരം. ഫോളോ അപ്പിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം രാഷ്ട്രീയക്കാരുടെ സ്വഭാവശുദ്ധിയാണ്. നമ്മൾ പൊതുജനങ്ങൾക്ക് ഒരു പൊതുവേ ഉള്ള ഒരു ചിന്ത എന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും 100% സംശുദ്ധരായിരിക്കണം. അവര് നമ്മളെ സേവിക്കാൻ വേണ്ടി മാത്രം 100% അവരുടെ സമയം മാറ്റിവെക്കണം. എല്ലാ കാര്യങ്ങളും നന്നായി പോണം. അവര് അഴിമതി ചെയ്യാൻ പാടില്ല. അവരവരുടെ പേഴ്സണൽ ലൈഫിൽ വളരെ ക്ലിയർ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. ഇതൊക്കെയാണ് പൊതുജനങ്ങളായ നമ്മുടെ ഒരു ആഗ്രഹം. നമ്മുടെ ഒരു പ്രതീക്ഷ അതാണ്. പക്ഷേ ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ പൊതുജനങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്നു. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ പണം സമ്പാദിക്കുന്നു. നമ്മൾ നമ്മുടെ കുടുംബത്തെ നോക്കുന്നു. നമ്മുടെ മക്കളെ നോക്കുന്നു. നമുക്ക് ഒരുപാട് ചിലവുകളുണ്ട് അല്ലേ? ഈ ചിലവുകളൊക്കെ നമ്മൾ നമ്മുടെ സമ്പാദിക്കുന്ന പണത്തിൽ നിന്ന് ചിലവാക്കി നമ്മൾ കാര്യങ്ങൾ നടത്തുന്നു. രാവിലെ ഈ വെള്ളം ഇട്ട് പൊതുജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഈ പൊതുപ്രവർത്തകർ അവരവരുടെ കുടുംബത്തെ എങ്ങനെ നോക്കുന്നുവെന്നാണ് പൊതുജനങ്ങളായ നമ്മുടെ ഒരു ചിന്ത. എല്ലാം നേരെ ചൊവ്വേ പോയി നേരെ പോ കാര്യങ്ങൾ ചെയ്താൽ ഇവരെങ്ങനെ ഇവരുടെ കുടുംബത്തെ നോക്കുന്നത്? ഇവർക്കുമില്ലേ ഒന്നും രണ്ട് മക്കള്, ഇവരുടെ മാതാപിതാക്കള്, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാത്തരം ചെലവുകൾ ഇവർക്കുമുണ്ട്. എത്ര രാഷ്ട്രീയക്കാർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ട്? ഈ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള വളരെ വളരെ കുറച്ച് ജനങ്ങൾക്ക് മാത്രമേ നമ്മൾ ശമ്പളമായിട്ട് സർക്കാരിൽ നിന്ന് പൈസ കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള മഹാഭൂരിപക്ഷം വരുന്ന പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അവരവരുടെ കുടുംബവും കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കി നടത്തുന്നുവെന്നാണ് നമ്മുടെ ഒരു ചിന്ത. ഒരു തരത്തിലുള്ള അഴിമതിയും ചെയ്യാതെ. അവിടെയാണ് നമ്മൾ ഈ പ്രാക്ടിക്കാലിറ്റിയും ഒരു സ്മാർട്ട്നെസ്സും വരുന്നത്. ഇവരൊക്കെ മോഷ്ടിക്കുന്നുണ്ട് നമുക്കറിയാം. ഈ പൊതുപ്രവർത്തകരെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പൊതുപ്രവർത്തനം നടത്തുന്ന എല്ലാവരും മോഷ്ടിക്കാറുണ്ട്. വീടും കുടുംബവും അവിടെ കിടക്കട്ടെ, ഞാൻ നാട് മുഴുവൻ അങ്ങ് ഭരിച്ച് അല്ലെങ്കിൽ പൊതുപ്രവർത്തനം നടത്തി നന്നാക്കാം എന്ന് പറഞ്ഞ് പോകുന്ന എത്ര രാഷ്ട്രീയക്കാരുണ്ട് എന്നുള്ളത് ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും ഈ രാഷ്ട്രീയക്കാരെ നമ്മൾ മോഷ്ടിക്കാൻ വിടുകയാണ് വേണ്ടത്. നമ്മളവരെ നാല് പാടിൽ നിന്ന് വരിഞ്ഞു മുറുക്കി മോഷ്ടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ആ സമയത്ത് ഇവരെ ശരിക്കും നമ്മൾ മോഷ്ടിക്കാനാണ് വിടേണ്ടത്. അവർ മോഷ്ടിച്ചോട്ടെ. അവരെ കുറച്ച് സ്മാർട്ടായിട്ട് മോഷ്ടിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞതിനോട് ഒരുപാട് പേർക്ക് എതിർപ്പുണ്ടാകും. പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം ഞാൻ വേറൊരു രീതിയിൽ വിശദീകരിക്കാൻ ശ്രമിക്കാം. നമ്മളെപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് ഈ പഞ്ചവടി പാലത്തിൻ്റെ ഉദാഹരണം അല്ലേ? നമ്മളൊരു പഞ്ചവടി പാലം പണിയാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് സേ ഒരു 100 കോടി രൂപ ബഡ്ജറ്റിൽ നിന്ന് വകയിരുത്തി സർക്കാർ ചെലവിടാൻ തീരുമാനിക്കുന്നു. സാധാരണഗതിയിൽ എന്താ സംഭവിക്കുന്നത്? ഒരു സ്മാർട്ടായിട്ട് ഉള്ള ഒരു 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 മോഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഇതിൻ്റെ ചുമതലയുള്ളതെങ്കിൽ അദ്ദേഹത്തിന് ഈസി ആയിട്ട് ഒരു 75 കോടി രൂപയുടെ പാലം പണിയാൻ പറ്റും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള 75 കോടിയുടെ പാലം പണിയാൻ പറ്റും. അതിൻ്റെ ബാക്കി 25 കോടിയിൽ ഒരു 10 കോടി കോൺട്രാക്ടർക്കും ഒരു 10 കോടി ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരനും ബാക്കി ഒരു 5 കോടി അല്ലറ ചില്ലറ ചിലവ് നടത്തിയാൽ പോലും നമ്മുടെ നാട്ടിൽ നമുക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള പാലം ഉണ്ടാവും. ശ്രദ്ധിക്കുക, 100 കോടിയിൽ 25 കോടി നമ്മൾ അദ്ദേഹത്തോട് നിങ്ങൾ മോഷ്ടിച്ചോളാൻ പറഞ്ഞു. അവരെടുത്ത് അവർ പെരുമാറട്ടെ. അവരുടെ മക്കളെ നോക്കാനും അവരുടെ രാഷ്ട്രീയത്തിൽ അവരുടെ കൂടെയുള്ളവരുടെ മക്കളെ നോക്കാനും അവർക്ക് പുട്ടടിക്കാനും ഒക്കെ അവർ ചെയ്യട്ടെ. അവരെ നമ്മൾ ചെയ്യാൻ വിടുക. ഇനി അതിൻ്റെ മറുവശം ഒന്ന് ആലോചിച്ച് നോക്കാം. ഇതേ 100 കോടി മുടക്കി പണിയുന്ന പാലത്തിന് നമ്മൾ ഇവരെ അങ്ങ് വലിഞ്ഞു മുറുക്കുകയാണ്. അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 100 കോടിയിൽ പാലത്തിൽ കയറാൻ പോകുന്നത് വെറും 20 കോടിയായിരിക്കും. ബാക്കി വരുന്ന 80 കോടിയിൽ 50 കോടിയും ഈ കോൺട്രാക്ടർ കൊണ്ടുപോകും. ബാക്കിയുള്ളത് 30 കോടിയാണ്. ആ 30 കോടിയിൽ നമ്മുടെ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരന് കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ ഒരു 2 കോടിയായിരിക്കും. ബാക്കിയുള്ള 28 കോടിയും ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകും. അതായത് ബേസിക്കലി ഈ 100 കോടി മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ രാഷ്ട്രീയക്കാരന് പറ്റിയ ബുദ്ധിമോശം. സോ നമുക്ക് വേണ്ടത് നല്ല സ്മാർട്ടായിട്ടുള്ള കള്ളന്മാരാണ്. നല്ല സ്മാർട്ടായിട്ടുള്ള മോഷ്ടിക്കാൻ അറിയാവുന്ന രാഷ്ട്രീയക്കാർ. അതാണ് ആ വഴിയാണ് നമ്മുടെ നാട് നന്നാൻ പോകുന്നത്. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള പാലങ്ങളുണ്ടാവും. നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ നന്നായിട്ട് പോകും. പക്ഷെ ഒരേ ഒരു കാര്യം, ഈ പറയുന്ന രാഷ്ട്രീയക്കാർ സ്മാർട്ടായിരിക്കണം. മോഷ്ടാവ് ആയി എന്നുള്ളത് അവരുടെ ഒരു ബലഹീനതയല്ല. സ്മാർട്ടാണോ അല്ലയോ എന്ന് മാത്രം നോക്കുക. ഇതിൻ്റെ കൂടെ പറഞ്ഞു വെക്കാൻ ഒരു ചെറിയൊരു കാര്യം കൂടെ. നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയക്കാരും ഇടയ്ക്ക് പത്രമാധ്യമങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് നമ്മളെ ഒരു ഷോ കാണിക്കാറുണ്ട്. ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് പൈസ എടുത്ത് ഇന്നാരെ സഹായിച്ചു. MLA അല്ലെങ്കിൽ മന്ത്രി സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഒരാൾക്ക് വീടിന് തറ കെട്ടിക്കൊടുത്തു, വീടിന് തറയിട്ട് കൊടുത്തു, അതല്ലെങ്കിൽ ഒരു വണ്ടി നന്നാക്കാനുള്ള പൈസ കൊടുത്തു. അവരോടുള്ള ഒരു അപേക്ഷയാണ്, നിങ്ങളത് ചെയ്യരുത്.
നിങ്ങൾ ഈ 100ൻ്റെയും 1000ൻ്റെയും കണക്ക് നോക്കാനല്ല ഞങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ കീ ആണ്. ഒരുപാട് ലക്ഷം കോടികളുടെ കീ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയായിട്ടാണ് നിങ്ങൾ കേരളത്തിൽ നിന്ന് പോകുന്നതെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളൊരു 25,000 കോടി രൂപ കേന്ദ്രത്തോട് മല്ലിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി തരിക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ 1000 രൂപയുടെ ഹെൽപ്പ് അല്ല വേണ്ടത്. അത് ചെയ്യാൻ ഇവിടെ ഞങ്ങൾ നാട്ടിൽ സാധാരണക്കാരുണ്ട്. അത് ചെയ്യുന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ കഴിവുകേടായിട്ടിരുന്നോട്ടെ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സമയം കളയേണ്ടത് ഈ 150 രൂപയും 1,500 രൂപയും കൊടുത്ത് ഓരോരുത്തരെ സഹായിക്കലല്ല. ദയവ് ചെയ്ത് ഇത് ചെയ്യരുത്. സുരേഷ് ഗോപി പോലെയുള്ള വളരെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്. 1000 രൂപ മാസാമാസം കൊടുത്തൊന്നും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ സമയം കളയരുത്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതിനേക്കാൾ ഒരുപാട് 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 മേലെയാണ്. 1,00,000 കോടി രൂപ കേന്ദ്രത്തോട് മല്ലിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറേ താങ്കൾ ഇപ്പോൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇടുക്കിയിലുള്ള ഒരു വീട്ടമ്മയെ ഒരു മാസം 1,500 രൂപ കൊടുത്ത് സഹായിക്കലല്ല. നന്ദി, നമസ്കാരം.